ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ മുരിങ്ങാക്കായ ചെമ്മീനും ഇട്ടിട്ട് ഒരവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മുരിങ്ങാക്കായ വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിരിക്കണു. അതുപോലെ ചെമ്മീൻ, ചെറിയ ചെമ്മീനാണ്, അത് വൃത്തിയാക്കി കഴുകി വെച്ചു. പിന്നെ അതിക്ക് പച്ചമുളകും തേങ്ങയും വലിയ ജീരകം ചതച്ച് വെച്ചത്, കുടംപുളി വെള്ളത്തിലിട്ടിക്കണ്. അത് കുറച്ച് ഒഴിക്കുള്ളൂ. പിന്നെ ഇതിൽ മസാല ഉണ്ട്. അതിൽ കുരുമുളക്, മഞ്ഞൾ, മല്ലി, മുളക് കുറേശ്ശെ ഉള്ളൂ. അത് വെറുതെ ഇത്തിരി ഒരു ചുയ മാറാൻ, പച്ച ചുയ മാറാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ടിക്കണം. അതിൽ പിന്നെ ഉപ്പും, അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാം നമുക്ക്. അതിന് തവണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണില്ല, തീ മാത്രം കത്തിച്ചിട്ട്. പിന്നെ ലാസ്റ്റ് വേവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എണ്ണ ഒഴിക്കണത്. അതിൻ്റെ മേലെ കൂടെ കറിവേപ്പിലയും എണ്ണയും കൂടെ. അവിയലുണ്ടാക്കണ അതേപോലെ തന്നെ, പക്ഷെ അതിലൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലിടാൻ പോണത് ചെമ്മീനാണ്. ചെമ്മീനിട്ടു. അപ്പം തീ നല്ലോണം കത്തിക്കാൻ പറ്റില്ല. ചെമ്മീനിട്ട് കഴിഞ്ഞിട്ട് മുരിങ്ങക്കായ ഇട്ടു. മുരിങ്ങക്കായ ഇട്ട് കഴിഞ്ഞിട്ട് മസാലപ്പൊടികളിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ്, കല്ലുപ്പാണ്, ഉപ്പ് പിന്നെ നമുക്കിടാം. ഉപ്പിട്ടു. ഇനി നമുക്ക് ഈ ഇതിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കാം. നമ്മൾ ഈ കുടംപുളി ഇട്ടില്ലല്ലോ, വാളംപുളി ചേർക്കാൻ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കുക. കുറച്ച് വെള്ളം വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി ഇതിവിടെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പം ഇനി ഇളക്കൊന്നും വേണ്ട. ഇനി തള കഴിഞ്ഞിട്ട് ഒന്ന് മെല്ലെ ഒന്ന് തിളച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതുവരെ അവിടെ ഇരുന്ന് വേവട്ടെ. അത് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തേങ്ങ വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ അരപ്പ് അതിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുക, കുറച്ച് വെളിച്ചെണ്ണ വീശി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി വേവട്ടെ. എന്താ ഇനി നമുക്ക് തുറന്ന് നോക്കുക. നമ്മളെ അവിയൽ എന്തായി നോക്കുക. വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ടതാണ് കറുപ്പ് കാണുന്നത്, അത് എന്താണെന്ന് വിചാരിക്കരുത്. നമ്മൾ തേങ്ങ തീയൊന്ന് കുറച്ച് വെക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് സാധനം. ഉണ്ടാക്കി വെക്കൊണ്ടു. തേങ്ങ ചതച്ചതിട്ടു. നമ്മൾ അവിയലുണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ ഇതിലേക്ക് വലിയ ജീരകമാണ് അരച്ചതെന്നല്ലേ ഉള്ളൂ. അവിയലാകുമ്പോൾ നമ്മൾ ചെറുതല്ലേ അരക്കുക. പിന്നെ മസാലപ്പൊടികളൊന്നും അവിയലേക്ക് ഇടൂലല്ലോ. ഈ ചെമ്മീനായതുകൊണ്ട്, ചെമ്മീനും മുരിങ്ങാക്കായും ആയതുകൊണ്ട് തിരിച്ച മസാലപ്പൊടി ഇട്ടതാണ്. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഇക്കാരം. ഞാൻ ഉണ്ടാക്കിക്കണു. വേറെ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയതിൻ്റെ മുന്നേ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവരും നല്ല ഹെൽത്തിയാണത്. മുരിങ്ങാക്കായ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയുന്നേക്കാം. പിന്നെ എല്ലാവരും ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇനി അതിൽ കറിവേപ്പിലിടുക. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞു. അതിൻ്റെ കറിവേപ്പില ഇട്ടു. ഇനി ഒന്ന് പച്ച വെളിച്ചെണ്ണ കുറച്ച് മേലെ ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് തേങ്ങയൊക്കെ ഇട്ടത്. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെ അവിയൽ റെഡിയായി. ചെറിയ ചെമ്മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ നന്നാക്കി കിട്ടാനാണ് പണി. ചെറുതാണ് ടേസ്റ്റ് കിട്ടുക, വലുത് ടേസ്റ്റ് ഉണ്ടാകും.
പക്ഷെ നമുക്ക് ചെറുതാകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി എല്ലാം തീർന്നു. മതി. അപ്പം അങ്ങനെ നമ്മളെ എന്താ പറയുക, ചെമ്മീൻ മുരിങ്ങക്കായ അവിയൽ ഇവിടെ റെഡി. ഇൻഷാ അല്ലാ നമ്മൾ ചോറ് തിന്നാനാകുമ്പോൾ എടുത്ത് കഴിക്കാം. ഇവിടെ അടച്ചെക്കട്ടെ. എങ്ങനെയുണ്ട് കാണാൻ സൂപ്പറല്ലേ? അപ്പോൾ തിന്നാനും സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി.